ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ മാത്രമല്ല, രാധികയും വരുന്നുണ്ട്. എന്തിന്? അവളിവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ദേവേട്ടന്റെ ആഗ്രഹം എനിക്ക് പ്രധാനം. ദേവേട്ടൻ പറഞ്ഞ ഞാനത് ചെയ്യും. അമ്മയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ദേവനാരായണൻ തിരുമേനിയെ എനിക്ക് ഒരുപാട് ആരാധന തോന്നിയ മനുഷ്യനാ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സേവനം തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. നന്ദിയുണ്ട് മാഡം. എന്നും ഭഗവാനെ പൂജിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ ഭഗവാൻ അദ്ദേഹത്തെ കാത്തു രക്ഷിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. പുതിയ ചികിത്സാ രീതികളും പിന്നെ നാളെ മോള് വരുന്നതോടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനും ആവും. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. ശരി, എങ്കിൽ ആയിക്കോട്ടെ, നാളെ കാണാം. ശരി. രാധികമ്മളുടെ കാര്യം എന്തായി? അവള് വരുമോ? ദേവേട്ടൻ സുഖമില്ലാതെ കിടക്കാണെന്ന് അറിഞ്ഞ അവൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഫിദ മേഡത്തിനെ വിളിച്ചിരുന്നു. രാധിക മോള് ഫിദ മേഡത്തിന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്താ ഉള്ളത്. രാവിലെ തന്നെ മോളെയും കൂട്ടി വരാന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫിദ മേഡം ദേവേട്ടന്റെ ചികിത്സയുടെ കാര്യം ചോദിച്ചു. മാനേജ്മെന്റിൽ വിളിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാന്നും പറഞ്ഞു. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. നാളെ ഫിദ മേഡം രാധികയും കൂട്ടി വരുമ്പോ വരുണിനോടും കൂടി ഒന്ന് വരാൻ പറയണം. സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്തിയേ പറ്റൂ യശോദ. വരുൺ രാധികയാണ് താലി ചാർത്തിയത്. ദൈവത്തിന് മുന്നിൽ അവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. രാധിക മോളെ വരുണിന്റെ കൈ പിടിച്ചേൽപ്പിക്കണം. ഇല്ലെങ്കിൽ ഞാൻ മരിച്ച എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. ദേവേട്ടൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും. പക്ഷെ എന്തിനാ മരണത്തിനെ കുറിച്ചൊക്കെ? ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോ അതിനെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത്? നോക്കിയേ, ഇനി അധികം സംസാരിക്കണ്ട കേട്ടോ. ഇപ്പൊ തന്നെ ഒരുപാടായി. സാരമില്ല സിസ്റ്ററെ, ചെയ്യാനുള്ള കടമകളെ കുറിച്ച് പറയായിരുന്നു. ഒരു കുഴപ്പമില്ല. ആ യശോദേ, വരുണിനെന്ന് വിളിച്ച് പറയാ. നാളെ അവരെ ഒന്നിച്ചെത്തട്ടെ. ശരി. പൊയ്ക്കോളൂ, ഇനി തിരുമേനി ഉറങ്ങട്ടെ. ഒരു ഗുളികയും കൂടെ ഉണ്ട്, അത് കഴിച്ചിട്ട് ഇറങ്ങാം. നീ എന്റെ തടി പെണ്ണേ, എന്നും എന്റേത് മാത്രം. ഹലോ അമ്മേ. മോനെ, അച്ഛൻ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റി? പെട്ടെന്ന് സുഖമില്ലാതായി. ഇപ്പൊ ഭേദമുണ്ട്. എന്താ അമ്മ എന്നെ ഒന്ന് വിളിച്ചു പറയാറുന്നത്? ഞാൻ വരുമായിരുന്നല്ലോ. മോൻ വരണം, അതിനുവേണ്ടിയാ ഞാനിപ്പോ വിളിച്ചേ. നാളെ ഫിദ മേഡത്തിനോടും രാധികയോടും ഇവിടെ വരാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ വരുമ്പോ
മോൻ കൂടി അവരോടൊപ്പം ഉണ്ടാവണമെന്ന് അച്ഛൻ പറഞ്ഞു. എന്താ കാര്യം അമ്മേ? ഒരു തെറ്റും ചെയ്യാത്ത രാധിക മോളോട് അരുതാത്തത് ചെയ്തു പോയി എന്ന കുറ്റബോധത്തില അച്ഛൻ. അത് തിരുത്തണം. നിങ്ങൾ രണ്ടുപേരെ ഒന്നിച്ചു നിർത്തി സംസാരിക്കണമെന്നാ അച്ഛൻ പറഞ്ഞത്. മോൻ വരില്ലേ? ആ ഞാൻ വരാമേ. രാധികയോട് അച്ഛന് സുഖമില്ലാത്ത കാര്യം പറഞ്ഞായിരുന്നോ? ഇല്ല, ഫിദ മാഡം പറഞ്ഞോളും. അപ്പ അറിഞ്ഞാ മതി. ശരിയമ്മേ, അവരവിടെ എത്തുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും. ശരി മോനെ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? വരുണിനോടല്ലേ? അതെ. നിന്റെ ഭർത്താവ് ഗുരുതരമായ അവസ്ഥയിൽ ഇതിനകത്ത് കിടക്കുക. ആ സമയത്ത് നിനക്ക് വരുണിനെയും രാധികയും ചേർത്ത് വെക്കുന്നതാ വലിയ കാര്യം, അല്ലേ യശോദേ? ഞാൻ വരുണിനെ വിളിച്ചത് ദേവേട്ടൻ പറഞ്ഞിട്ടാ. വരുൺ മാത്രമല്ല, രാധികയും വരുന്നുണ്ട്. എന്തിന്? അവളിവിടെ വരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ദേവേട്ടന്റെ ആഗ്രഹം എനിക്ക് പ്രധാനം. ദേവേട്ടൻ പറഞ്ഞ ഞാനത് ചെയ്യും. അമ്മയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനാണ് ഉദ്ദേശം. പ്രിയങ്ക മോളെ വിളിച്ച് പറയണ്ട. അവിടെ ഇങ്ങോട്ട് വന്ന പ്രശ്നോ? വരാനുള്ളവരൊക്കെ വരട്ടെ. അതെങ്ങനെയാ തടയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഈ ലോകത്ത് ആർക്കും എന്നെ ഒരു അധികോ തടയാനാവില്ല. പാവം അച്ഛൻ്റെ അനുഗ്രഹം കിട്ടുമ്പോഴെങ്കിലും അയാളൊന്ന് സന്തോഷിക്കട്ടെ. കൊള്ളാം. അമ്മ ഇനി ഇതൊന്നും അണിയാൻ പോകുന്നില്ല. എല്ലാം ഒരുപാട് വിലപിടിച്ചതാ. ഇതൊക്കെ ഇനി മോളിട്ടാ മതി.